യുവർ ഫേവറേറ്റ് കോ ഹോസ്റ്റ് പേളി ഓർ മീനാക്ഷി? മീനാക്ഷി. പുറത്ത് നല്ല റൂമേഴ്സും ഉണ്ട്. ഭയങ്കര മറ്റേ ഇവിടത്തെ ടോണൊക്കെ മാറ്റി ആരോടാ. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ കൈ എടുത്ത് അവളുടെ ഷോൾഡറിൽ വെച്ച് അവള് തട്ടി മാറ്റും എന്നുള്ളത് 100% ഉറപ്പാ. വെക്കണേലും മുമ്പ് ഞാൻ ആലോചിക്കും പാട്ടും അപ്പൊ എന്ത് മറുപടി പറയാന്ന് വെച്ചിട്ടായിരിക്കും ഞാൻ വെക്കുന്നത്. പേളിയുടെ കൂടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഈ പറയുന്ന പോലെ പേടിയും ടെൻഷനും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞപ്പോ ഞാൻ നിർത്തേണ്ടി വരും എന്നുള്ളത് ഞാൻ എന്റെ മനസ്സിൽ ഉറപ്പിച്ചു. പേളി ഓൾറെഡി അടിപൊളിയായിട്ട് ഷോ ആങ്കർ ചെയ്യുന്നു, ഒറ്റയ്ക്ക് ചെയ്യാവുന്ന ഷോയേ ഉള്ളൂ. പിന്നെ എന്തിനാ ഇവൻ എന്നുള്ളൊരു സാധനം ഇതുപോലെ അവിടെ മുഴങ്ങുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പേളിയുടെ അടുത്തേക്ക് എത്തിയപ്പോ ഞാൻ ചേച്ചിന്നായിരുന്നു വിളിക്കണ്ടായിരുന്നത്. ഇവരൊക്കെ കണ്ട് സ്ക്രീനിൽ കണ്ട് എന്റെ ഉള്ളിൽ മറ്റേ തുള്ളിച്ചാടി നടക്കുന്ന ഒരു ഡേര് ഉണ്ട്. പുറത്ത് മറ്റേ അധികം ഓക്കെ പുറത്ത് എക്സൈറ്റ്മെന്റ് കാണിക്കാത്ത എന്നെ എനിക്ക് കാണിച്ചേ പറ്റൂ. എന്താണെങ്കിലും എന്നെ വിളിച്ചാൽ മതി, തെറി വിളിച്ചാലേ ഞാൻ വിളി കേൾക്കും. എന്നെ ചോറിന്ന് വിളിക്കായിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് അല്ലാണ്ട് ചോറ് എടുത്തിട്ട് എനിക്ക് എന്റെ ലൈഫിൽ ഒറ്റപ്പെട്ടുണ്ടായിട്ടുള്ളൂ. പുട്ടാലു നല്ല പേര്. ഇപ്പൊ അച്ഛന്റെ ഒരു ഹോട്ടലില് ഒരു വാളില് ഡെയിന്റെ ഒരു ബയോഗ്രഫി പോലെ ഒരു ഇത് ഫോട്ടോ എടുത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ബയോഗ്രഫി അങ്ങനെ ഓർഡർ ആയിട്ടൊന്നല്ല. Krishna Leela, Joy Alucas, world's favorite jeweler. ഡെയിൻ, വെൽക്കം ടു ദി ഷോ. എന്താണ് വിശേഷം എന്ന് ചോദിക്കാം. ഞാൻ എന്റേതായ എന്നൊക്കെ കേട്ടാ അത് എന്റേതായ എന്താണെന്നുള്ളത് ഞാൻ ആലോചിക്കായിരുന്നു. അവതരണ ശരിയെന്നാണല്ലോ തുടങ്ങിയത്. ഓക്കെ, അപ്പൊ ഡെയിനെ കാണുമ്പോ തന്നെ ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഈ ഡി ആരായിട്ടത്? ഷോയില് ഫസ്റ്റ് വിളിക്കുന്നത് പേളിയാണ്. എബ്രാം ചോദിച്ചു പറഞ്ഞിട്ട് നായകന്റെ പ്രൊഡ്യൂസർ ഡയറക്ടർ ഉണ്ട്. അപ്പോ പുള്ളി ഞങ്ങളിങ്ങനെ മുമ്പ് ഇങ്ങനെ സംസാരിക്കുന്ന ഡെയിൻ ഡേവിസ് ഡി, അപ്പോ GP ചാന്റെ കാര്യം അങ്ങനെയൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഇവന് പെട്ടെന്ന് ശ്രദ്ധിക്കണ ഡെയിൻ ഡേവിസ് എന്ന് പറയണോ ഡി അങ്ങനെ ഇതാക്കിയതാ. അപ്പോളിക്കും പുള്ളി ഡി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു മ്യൂസിക് ഒക്കെ സെറ്റ് ചെയ്ത് എനിക്കൊരു എൻട്രിയില് അങ്ങനെയൊക്കെ തന്നു. അപ്പോ അങ്ങനെ ഡി അങ്ങനെ ഇതായി. അപ്പൊ എനിക്ക് എന്നെ ചുമ്മാ കൂടെ പഠിച്ചവന്മാരൊക്കെ ഡി എന്ന് വിളിക്കുമ്പോ എനിക്ക് മറ്റേ ഗ്രൂപ്പിലൊക്കെ ചിലപ്പോ ഞാൻ എന്തെങ്കിലും ഫംഗ്ഷന്റെയോ സിനിമയുടെ റിലീസിന്റെയോ എന്തെങ്കിലും പ്രോഗ്രാമിന്റെ ഒക്കെ ഇങ്ങനെ പോസ്റ്ററോ ഇതൊക്കെ വെക്കുമ്പോ ഓൾ ദി ബെസ്റ്റ് ഡി എന്നൊക്കെ പറഞ്ഞിട്ട് വേണം എന്നെ ആക്കാൻ വേണ്ടിട്ട്. അപ്പോ ഡെയിന്ന് പോലെ അവന്മാരെ എന്നെ വിളിച്ചിട്ടില്ല. എന്നെ കുറ്റം പേരല്ലാതെ സ്കൂളിൽ പഠിക്കുമ്പോ പല കൊറേ പേര് ഞാൻ ഇതിനു മുമ്പ് വീണ ചേച്ചിയുടെ ഇന്റർവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നെ ചോറിന്ന് വിളിക്കായിരുന്നു സ്കൂളില്. ഞാൻ ഉച്ചയ്ക്ക് അല്ലാണ്ട് ചോറ് എടുത്തിട്ട് പല പേരുകളും ഓരോരുത്തർക്ക് ഉണ്ടായിരുന്നു. എനിക്കങ്ങനെ ഇന്ന പേരിൽ തന്നെ ആൾക്കാർക്ക് നിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും ഒപ്പിക്കും, അപ്പൊ ആ പേര് വിളിക്കും. ഇപ്പൊ അച്ഛന്റെ ഒരു ഹോട്ടലില് ഒരു വാളില് ഡെയിന്റെ കംപ്ലീറ്റ് ഒരു ഏരിയയില് ഒരു ബയോഗ്രഫി പോലെ ഒരു ഇത് ഫോട്ടോ എടുത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ബയോഗ്രഫി അങ്ങനെ ഓർഡർ ആയിട്ടൊന്നല്ല, ബട്ട് പുള്ളിയുടെ തൊട്ടപ്പുറത്തൊരു ഫോട്ടോസ്റ്റാറ്റും ഇതൊക്കെ. അപ്പൊ ഈ ഇന്റർനെറ്റില് വരുന്നത് ആളിങ്ങനെ ഇതെടുത്തിട്ട് കൊടുക്കും, ആളതോടെ ഒട്ടിച്ച് വെക്കും. അപ്പൊ വരുന്നവര് ചോദിക്കും ഇത് ആരാ ഡെയിന്റെ. എന്നെ അറിയുന്നവരൊക്കെയാണ് വരുന്നത്. ഈ ദൂരെ യാത്ര ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ നിർത്തി കഴിക്കാനായിട്ട് വരുമ്പോ പറയും ഡെയിന്റെ ഭയങ്കര ഫാനാണ്. അപ്പൊ ഡെയിന് ഇത്രയും ഒരു ഫാൻ ഇവിടെ ഇങ്ങനെ അവരും ചിന്തിക്കുന്നുണ്ട്, ഈ ചക്കന് ഇത്രയും വലിയ ഫാനോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഭയങ്കര ഫാനാണോ എന്നൊക്കെ ചിലപ്പോ ഇങ്ങനെ വെറുതെ ചിലവര് ചോദിക്കും, ചിലവര് ചോദിക്കില്ല. ചിലവരിങ്ങനെ ഇതാ മറ്റേ പയ്യനല്ലേ എന്നൊക്കെ ചോദിച്ചു പോകുന്നൊക്കെ അപ്പം പറയാറുണ്ട്. ചിലവര് ഭയങ്കര കാര്യമായിട്ടൊക്കെ ചോദിക്കുമ്പോ അപ്പം പറയും ഫാനല്ല അപ്പനാന്ന് പറയും. അപ്പൊ ആൾക്ക് സന്തോഷം, എനിക്ക് സന്തോഷം. ഇതൊക്കെ ഞാനും ചോദിക്കും. ഇത് എന്നോട് നേരിട്ട് അപ്പം പറയാറില്ല, അമ്മയോട് പറയും. അമ്മ എന്നോട് പറയുമ്പോ ഞാൻ അപ്പനോട് ചോദിക്കും. അപ്പൊ അപ്പൻ ഡീറ്റെയിൽ ആയിട്ട് കഥകളൊക്കെ ഇങ്ങനെ പറയും. എന്താണ് വിശേഷം എന്ന് ചോദിക്കണ്ട, തിയേറ്റർ മൂവി റിലീസ് ഇപ്പൊ പ്രിവ്യൂ ഇന്നലെ കഴിഞ്ഞു. നോർമലി ഞാൻ ഇതിനു മുമ്പ് ചാനൽ ഷോസിലും ഇതിലൊക്കെ നമ്മൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഷോസും പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. സിനിമകൾ എൻ്റെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കാണ് വരുന്നത്. കിട്ടുന്ന ചാൻസിനനുസരിച്ച് സിനിമ ചെയ്യാറുള്ളത്.
ഞങ്ങൾ ഇത്രയും നാളും കണ്ടതിൽ നിന്നും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ശരിക്കും അത് തന്നെയാണോ ഈ ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യാനുണ്ടായിരുന്നത്? തീർച്ചയായിട്ടും ഇപ്പൊ എന്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് ഇനിയും ബെസ്റ്റ് ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. ബാക്കി പടങ്ങളിലൊക്കെ ഈ ഇടയ്ക്ക് പോയി ഞാൻ ഷോ ചെയ്യുന്നുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ വന്നിട്ടൊക്കെ ആയിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പൊ അങ്ങനെയൊക്കെ പോയി വന്നൊക്കെ ചെയ്യുമ്പോ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും, ഇതാണോ അതാണോ ഇങ്ങനെയാണോ ഡയലോഗ് പറയേണ്ടത്. അപ്പൊ ഇത് കഴിഞ്ഞ് ഷോർട്ട് ഷൂട്ടിന് പോകുന്ന സമയത്തോ ബ്രാൻഡിങ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ആലോചിക്കാം, അയ്യോ ഇങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ഡയലോഗ് ഡെലിവറി അടിപൊളിയായിരുന്നേ, അടിപൊളിയല്ല മീൻസ് കുറച്ചും കൂടി നന്നായിരുന്നല്ലോ എന്നൊക്കെ തോന്നും. പക്ഷെ ഇത് ഞാൻ ലിറ്ററലി ഞാൻ ഒരു 5 ദിവസം മുമ്പേ ലൊക്കേഷനിൽ എത്തി ഷൂട്ട് കഴിയുന്ന വരെ എനിക്കില്ലാത്ത ദിവസം ഉള്ള ദിവസമൊക്കെ ഞാൻ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. ത്രൂ ഔട്ട് പടം പാക്കപ്പ് ആവുന്നവരെ 1000 ബേബീസിൽ എന്റെ പോർഷൻസിന്റെ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. തിയേറ്റർ മൂവിയില് ത്രൂ ഔട്ട് 5 ദിവസം മുമ്പേ അവിടെ പോയി. വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇതിന്റെ ഇവര് ടീം 1 മാസം മുമ്പേ അവിടെ പോയി ഇവിടുത്തെ ഏരിയയും പരിപാടികളൊക്കെ ആയിട്ട് അവരുടെ പ്രീ വർക്കുകൾ ഉണ്ടായിരുന്നു അവിടെ. ഞാൻ അവിടെ പോയി, എനിക്കറിയായിരുന്നു ഒരു പെർഫോമൻസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പൊ ഞാൻ എഫേർട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി അവര് നോക്കിക്കോളും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതെ, കംപ്ലീറ്റ്ലി ഉണ്ട്, ത്രൂ ഔട്ട് ക്യാരക്ടറാ. അപ്പൊ ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറാന്ന് അറിയത്തില്ലായിരുന്നു. കാരണം റിമ ചേച്ചിയുടെ സ്റ്റോറിയാണ്, അമ്മയും മോളും തമ്മിലുള്ള ബോണ്ടും പരിപാടികളും. അപ്പൊ ഇവരുടെ ഷൂട്ടൊക്കെ നടക്കുമ്പോൾ ഞാനുണ്ട്. പക്ഷെ ഇതിലൊക്കെ കൂടെ ഞാനും എന്റെയും ബാക്ക്ഗ്രൗണ്ടിൽ എന്റെ കൂടെ തന്നെ എടുത്തെടുത്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ സമയത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, നമ്മുടെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടർ ആണോ, എങ്ങനെയാണ് പടം കഴിയുമ്പോഴാണല്ലോ കൂടുതലും ഇതാവുക. അപ്പൊ ഞാനും ആക്ച്വലി പ്രിവ്യൂ കണ്ടപ്പോഴാണ് എന്റെ ഒരു ഫുൾ ലെങ്ത് ക്യാരക്ടറാണ്, എനിക്കും ഇത്രയും പേടിയുണ്ടായിരുന്നു. അപ്പൊ ഭാഗ്യത്തിന് എന്റെ അധികം കട്ടൊന്നും വന്നിട്ടില്ല. പേളി ചേച്ചി എന്ന് പറയുന്നത് ഒരു ബ്രാൻഡായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരുന്നല്ലോ. അപ്പൊ ശരിക്കും അങ്ങനെ ഒരാളുടെ കൂടെ കോഹോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോ ടെൻഷൻ ഉണ്ടായിരുന്നോ? എനിക്കിപ്പോൾ ഒരു ഷോ ചെയ്യാന്ന് പറഞ്ഞ ടെൻഷൻ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്റെ കുറെ ടെൻഷൻസ് മാറ്റുന്നത് ഞാൻ ബാക്കി കുറെ ആർട്ടിസ്റ്റുകളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുടെ ഒരു ധൈര്യം ഞാൻ അഡോപ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ അതാണ് എനിക്ക് ഇപ്പോൾ ആക്ടിങ്ങിനേക്കാളും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പെർഫോമൻസിനേക്കാളും അവരുടെ ആറ്റിറ്റ്യൂഡാണ് ഞാൻ കോപ്പി ചെയ്യാൻ എടുക്കാറ്. അപ്പൊ അങ്ങനെ അപ്പൊ ഓരോന്നിനും എനിക്ക് ആ ടെൻഷൻ ഉണ്ട്. അപ്പൊ പേളിയുടെ അടുത്തേക്ക് എത്തിയപ്പോ ഞാൻ ചേച്ചിന്നായിരുന്നു വിളിക്കണ്ടായിരുന്നത്. ആളെ ഞാൻ മീൻസ് ചേച്ചി കോവാങ്കേഴ്സ് ആയിട്ട് നിൽക്കുമ്പോ ചേച്ചി അനിയൻ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ പേര് വിളിച്ചാൽ ഒരു ബോണ്ടൊക്കെ കിട്ടുള്ളൂ എന്നിട്ട് ഞങ്ങളങ്ങനെ. അപ്പൊ എനിക്ക് ഇവരോടൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, എനിക്ക് ഇവരൊക്കെ കണ്ട് സ്ക്രീനിൽ കണ്ട് എന്റെ ഉള്ളിൽ മറ്റേ തുള്ളിച്ചാടി നടക്കുന്ന ഒരു ഡേര് ഉണ്ട്. പുറത്ത് മറ്റേ അധികം ഓക്കെ പുറത്ത് എക്സൈറ്റ്മെന്റ് കാണിക്കാത്ത എന്നെ എനിക്ക് കാണിച്ചേ പറ്റൂ. ഞാൻ മറ്റേ ഓവർ എക്സൈറ്റഡ് ആയിട്ട് എനിക്ക് ഇവരുടെ അടുത്ത് നിൽക്കാൻ പറ്റില്ല, അത് എന്റെ പെർഫോമൻസിന് ബാധിക്കും. അപ്പൊ എക്സൈറ്റഡ് ആയിട്ടുള്ള എന്നെ ഞാൻ ഉള്ളിൽ വെച്ചിട്ട് തന്നെയാണ് ഇവരോട് സംസാരിക്കുന്നത്. അപ്പൊ എന്റെ ഉള്ളിൽ എക്സൈറ്റഡ് ആയിട്ടുള്ള ഞാൻ കിടന്ന് തുള്ളിച്ചാടുന്നത്. പേളി എന്റെ അടുത്തിരുന്നു, എന്നോട് സംസാരിക്കുന്നു, ലാൽ ജോസ് എന്നെ നോക്കുന്നു, സാർ എന്നെ നോക്കുന്നു, ചാക്കോച്ച് എന്റെ അടുത്ത് ഇരുന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്നു. അപ്പൊ ഇതിന്റെ ഉള്ളില് മറ്റേ ഇതില് പറയുന്ന എല്ലാം ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് എനിക്കുണ്ടെന്ന് പറയുന്ന പോലെ ഇതൊക്കെ ആഗ്രഹിച്ച മനസ്സ് കിടന്ന് തുള്ളിച്ചാടുന്നുണ്ടാവും ഉള്ളില്. പക്ഷെ പുറത്ത് നമ്മൾക്ക് ആ ഇത് മാറ്റി നമ്മളൊരു ഇവരുടെ എന്റർടൈൻ ചെയ്യിപ്പിക്കേണ്ട ആറ്റിറ്റ്യൂഡ് എടുത്തിടണം. അപ്പൊ ഞാൻ കൂടുതലും ഇതേപോലുള്ള ഷോസുകളിൽ നിന്നൊക്കെ റെഫറൻസുകൾ എടുത്ത് ആ ഒരു ആറ്റിറ്റ്യൂഡ് കോപ്പി ചെയ്യാൻ. കോപ്പി മീൻസ് അവരുടെ ഒരു ചങ്കൊരിപ്പ്, ഒരാളുടെ ഒരു സീനിയർ ആക്ടറിന്റെ അടുത്ത് ഇവര് അപ്രോച്ച് ചെയ്യുന്ന ഒരു ആങ്കർ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതിയൊക്കെ ഞാൻ നോക്കി പഠിക്കാറുണ്ട്. ഇപ്പൊ പേളിയുടെ അടുത്ത് എത്തിയപ്പോ എനിക്ക് ഈ പറയുന്ന പോലെ ഈ തുള്ളിച്ചാടുന്ന എന്നെ ഉള്ളിൽ വെച്ചിട്ട് ഞാൻ പുറത്ത്, കാരണം ഒരുമിച്ച് വർക്ക് ചെയ്യണം, ഒരുമിച്ച് ഗിവ് ആൻഡ് ടേക്ക് വേണമല്ലോ ആങ്കേഴ്സ് ആയിട്ട് നിൽക്കുമ്പോൾ. അപ്പൊ ആ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പുറത്തധികം എക്സൈറ്റ്മെന്റ് കാണിക്കാതെ ഞാൻ അവിടെ നിന്നു. ഞാനത് കണ്ടേക്കണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഡെയിൻ വരുന്നു, ഫുള്ള് സ്പോൺസേഴ്സിന്റെ ഫുള്ള് കാണാപ്പാടം പറയുന്നു. ഞാൻ പെൽജിച്ചൊക്കെ കളിയാക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ പഠിക്കാനുള്ള സമയം എവിടുന്നപ്പോ?
അല്ല ഇത് പഠിക്കാന്ന് പറയുന്ന അങ്ങനെ ബ്രാൻഡിങ് ഒന്നും ആ സമയത്തൊന്നും, അതായത് എന്റെ ഉച്ചാരണം ഒന്നും കറക്റ്റ് ആയിരുന്നില്ല അപ്പൊ ആ സമയത്ത്. അത് സംസാരിക്കുമ്പോ ആ ഒരു കോൺഫിഡൻസിലായ്മ എന്നെ നല്ലപോലെ ബാധിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങില്. അപ്പൊ അത് ഗ്രാജുവലി ആണ് ഇപ്പോ വാക്കുകൾ ശരിയാവുന്നതിനേക്കാൾ കൂടുതൽ വാക്കുകൾ ശരിയായാലില്ലെങ്കിലും ഞാൻ അവതരിപ്പിക്കുന്നുള്ള മൈൻഡ് സെറ്റ് ഇപ്പോഴാണ് വന്നത്. ഇപ്പോഴല്ല, കുറച്ച് ഗ്രാജുവലി വന്നതാ അത്. അപ്പോ പേളിയുടെ കൂടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഈ പറയുന്ന പോലെ പേടിയും ടെൻഷനും ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരത്തി എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു. ഞാൻ മുമ്പ് ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തേണ്ടി വരും എന്നുള്ളത് ഞാൻ എന്റെ മനസ്സിൽ ഉറപ്പിച്ചു. ബാക്കിയുള്ളവരും അത്ര ഒരു മതിപ്പില്ല. ഇവനെന്തൊരു പേളി ഓൾറെഡി അടിപൊളിയായിട്ട് ഷോ ആങ്കർ ചെയ്യുന്നു, ഒറ്റയ്ക്ക് ചെയ്യാവുന്ന ഷോയേ ഉള്ളൂ, പിന്നെ എന്തിനാ ഇവൻ എന്നുള്ളൊരു സാധനം ഞാൻ മറ്റേ ഒരു ഇതുപോലെ അവിടെ മുഴങ്ങുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഏത് സ്റ്റുഡിയോന്റെ അകത്ത് തന്നെ. ഇപ്പൊ ടെക്നീഷ്യന്മാരുടെ കാര്യത്തിലാണെങ്കിലും, അല്ലെങ്കിൽ ഇവൻ സ്കിറ്റ് ചെയ്യാൻ ഓക്കെ, ഇവന് ആങ്കറിങ് പരിപാടി സെറ്റ് ആവില്ല എന്നുള്ളത് ഫസ്റ്റ് ഷെഡ്യൂളിൽ തന്നെ എനിക്ക് ആദ്യം മനസ്സിലായി. ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോൾ മനസ്സിലായി. ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞപ്പോഴേക്കും ബാക്കിയുള്ളവർക്കും മനസ്സിലായി. അപ്പോൾ ആ സമയത്ത്, ആ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞ സമയത്ത് പേളിയുടെ ഒരു സ്പീച്ച്, ഒരു ഇത് സ്പീക്കറായിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു പാലക്കാട്. അപ്പൊ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, നാളെ പാലക്കാട് ഫ്രീ ആണെങ്കിൽ നീ വാ എന്നൊക്കെ പറഞ്ഞു. ഞാൻ അവിടെ പോയപ്പോ എന്നെ സ്റ്റേജിൽ ഫ്രണ്ടിൽ അങ്ങനെ ഒരു വലിയ പ്രോഗ്രാം ആയിരുന്നു, ഹോളില് കുറെ സ്റ്റുഡൻസും ഇതൊക്കെ. ആർക്കും എന്നെ ഫേസ് ഒന്നും ഞാൻ അത്ര ഫെമിലിയർ ആയി തുടങ്ങിയിട്ടില്ല. പിന്നെ എന്തിനമുത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ ലിമിറ്റഡ് ഓഡിയൻസ് ഒക്കെ കണ്ടിട്ടുള്ളൂ, എല്ലാരിലോട്ട് എത്തിയിട്ടില്ല എന്റെ ഫേസ്. അപ്പൊ ആ സമയത്ത് പേളി എന്നെ പരിചയപ്പെടുത്തി എല്ലാവരുടെ മുമ്പില്. പിന്നെ എന്നോട് പറഞ്ഞു, ഞാൻ പറയുന്ന കാര്യത്തിനേക്കാളും ഞാൻ ഇവിടെ സ്റ്റേജില് ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യണത് നീ ഒന്ന് വാച്ച് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്നെ കൊണ്ട് ഇരുത്തി അവിടെ. അപ്പൊ എനിക്ക് വേറെ, ഞാൻ എൻ്റെ ജൂനിയേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ എൻ്റെ കൂടെ ഫസ്റ്റ് ഷോ ചെയ്യുന്നവർക്ക് ആർക്കും ഞാൻ അങ്ങനെ ഒരു എഫേർട്ട് ഇട്ടിട്ട് ചെയ്തു കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ ചിലപ്പോൾ ചെയ്ത് കൊടുക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. പക്ഷെ പുള്ളിക്കാരത്തെ എനിക്ക് അന്ന് എഫേർട്ട് ഇട്ട് എന്നെ അവിടെ കൊണ്ടുപോകേണ്ട ആവശ്യമോ അല്ലെങ്കിൽ അതൊന്നും ഇല്ലല്ലോ. പുള്ളിക്കാരത്തിയുടെ ഡാഡി ഉണ്ടായിരുന്നു, അവർ രണ്ടുപേരുടെയും സ്പീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അവിടെ എത്തി, പുള്ളിക്കാരത്തി അപ്പൊ പുള്ളിക്കാരത്തി സംസാരിക്കുന്ന കാര്യങ്ങളെക്കാളും വേ ഓഫ് ഇന്ററാക്ഷൻ എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു ഇവരോട്. ഞാൻ ഇന്നാളൊരു ഇത് കണ്ടിരുന്നു, മറ്റേ നമ്മുടെ കുറെ നാൾ മുമ്പത്തെയാണ്, ജോഷ് ടോക്കിലെ ഒരു സ്പീച്ച്. ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഡെയിൻ ഡേവിസ്, ഇമോഷണൽ ആയിട്ടുള്ള. ശരിക്കും അവിടെ നിന്ന് നോക്കുമ്പം ഇപ്പൊ എത്തി നിൽക്കുന്ന ഡെയിൻ ഡേവിസും തമ്മിലുള്ള ഒരു ചേഞ്ച്, ഡെയിൻ ഡേവിസിന്റെ ലൈഫിൽ ഉണ്ടാക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത് എങ്ങനെ നോക്കി കാണുന്നു? അപ്പൊ അന്ന് കണ്ടതിനേക്കാളും ഞാൻ ഇന്ന് കുറച്ചും കൂടി കരിയറിനെയും ഞാൻ നിൽക്കുന്ന പൊസിഷനെയൊക്കെ ഇപ്പോൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അന്നും ഉണ്ടായിരുന്നു, ബട്ട് ഇപ്പൊ കുറച്ചും കൂടി നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള അറ്റൻഷൻ കൊടുത്തു തുടങ്ങി ഞാൻ ഇപ്പോ എൻ്റെ കരിയറിനും അല്ലെങ്കിൽ എൻ്റെ വർക്കുകൾക്കും കാര്യങ്ങൾക്കൊക്കെ. അപ്പോ പിന്നെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ക്യാരക്ടറിനെ ഉൾക്കൊള്ളുന്നതിലും അല്ലെങ്കിൽ ഷോസ് ആങ്കർ ചെയ്യുന്നതിലൊക്കെ എനിക്ക് കുറച്ചും കൂടി ധൈര്യവും ചങ്കൂറ്റൊക്കെ വന്നു. പണ്ട് ചിലപ്പോ ഫസ്റ്റ് നായകൻ സമയത്തൊക്കെ ഒരാഴ്ച മുമ്പേ ചിലപ്പോ നമ്മൾ ടൂറിന്റെ തലേദിവസം ഉറക്കം പോവില്ലേ, അതേപോലെ ഉറക്കം പോവായിരുന്നു. ഉറങ്ങാൻ പറ്റത്തില്ല രാത്രി, ഭയങ്കര എനിക്ക് പേടിയും. കാരണം നമ്മൾ കൊച്ചിയില് നിക്കുക, അപ്പോ ഫ്രണ്ട്സിന്റെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പോ ആ സമയത്ത് ഷൂട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങും. അപ്പൊ തലേദിവസം അവരുടെ അക്കോമഡേഷനിലോട്ട് പോയി നിൽക്കും. അപ്പൊ ആ സമയത്തൊക്കെ ലിറ്ററലി ഞാൻ പേടിച്ച് ഉറച്ചാണ് നിൽക്കുന്നത്. ഇപ്പോ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു, ഞാൻ ഷോയ്ക്ക് പോകുന്നു. എനിക്ക് ആ ഒരു ധൈര്യം ഇപ്പോഴാണ് വന്നു തുടങ്ങിയത്. ഞാൻ തലേദിവസം എന്തെങ്കിലുമൊക്കെ ഇതിനു വേണ്ടി വർക്ക് ചെയ്യുമ്പോഴൊക്കെ എനിക്കത് ഭയങ്കര ഒരു സിമ്പിൾ പ്രോസസ്സ് പോലെ എനിക്കിപ്പോ ഫീൽ ചെയ്യാറുണ്ട്. മീൻസ് ഞാൻ ഇപ്പോൾ അവിടുത്തെ ഒരു പരിപാടി നാളെ എന്തൊക്കെയാണ്, ആരൊക്കെയാ ഗസ്റ്റുകൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതുകൾ എന്നൊക്കെ ഉള്ളത് ചിലപ്പോൾ പോകുന്ന വഴിയിലോ അല്ലെങ്കിൽ എത്തിക്കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ഡയറക്ടർ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ പറയുന്ന പോലെ കുറച്ചുകൂടി സ്മൂത്ത് ആയി തുടങ്ങി. ഇപ്പോൾ അന്ന് അത് എനിക്ക് ഭയങ്കര എക്റ്റിക്കായി, ഞാൻ കുറച്ച് ഫോഴ്സ്ഡ് ആയിട്ട് ചെയ്യുന്ന പോലെയായിരുന്നു. മീൻസ് ടെൻഷൻ, ഇതെങ്ങനെയാണ് ഈ പരിപാടി എന്ന് അറിയാത്തതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി, ഇതൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഷോ അന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പോൾ ഒരു 7-8 റിയാലിറ്റി ഷോസ് ക്ലോസ് ചെയ്തു. അപ്പൊ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് എന്തായാലും
ഷോ ചെയ്യാൻ പോകുന്നതിൽ എനിക്ക് വന്നിട്ടുണ്ട്. ഒറ്റ സെഷൻ, ഒരു ചെറിയ റാപ്പിഡ് ഫയർ പോലെ. പെട്ടെന്ന് ആൻസർ പറയൂ. ഓക്കെ. യുവർ ഫേവറേറ്റ് കോ ഹോസ്റ്റ്, പേളി ഓർ മീനാക്ഷി? മീനാക്ഷി ആയിട്ടാണ്. ഇപ്പൊ പേളിയായിട്ട് ഞാൻ ആ ഷോ കുറച്ച് ആളെ ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഇഷ്ടമാണ്, റെസ്പെക്ട് ആണ്. പക്ഷെ ഇവളായിട്ടാണ് കുറച്ചും കൂടി. ഇപ്പോ ഞങ്ങള് രണ്ടുപേരും ഇപ്പൊ ഫ്ലവേഴ്സിൽ ഇപ്പൊ മ്യൂസിക്കൽ വൈഫ് എന്ന് പറഞ്ഞൊരു ഷോ ഇപ്പൊ റീസെന്റ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു. അപ്പോ ഇപ്പൊ ഞാനും അവളിപ്പോ ഏകദേശം ഇപ്പൊ 3ാമത്തെ ഷോയാണ്. പിന്നെ ഇത്രയും എപ്പിസോഡുകൾ ഇത്രയും നാള് ആയിട്ട് ഉള്ളതിന്റെ ഒരു ബോണ്ടും ഒരു ഇതൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാനിത് പറഞ്ഞാൽ അവൾ അങ്ങനെ പറയുന്നൊരു തോന്നലുണ്ട്. ഇപ്പൊ ചില ആങ്കേഴ്സിന്റെ അടുത്ത് നമ്മൾ പറയുമ്പോ നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അവർക്ക് നമ്മളോടുള്ള റെസ്പെക്ട് കൊണ്ടൊന്നും ചിലപ്പോ കൗണ്ടർ ചിലപ്പോ പറഞ്ഞു തരില്ല. അപ്പൊ എനിക്ക് അങ്ങനെ പറഞ്ഞാല് ചിലപ്പോ എനിക്ക് കൗണ്ടർ പറയാൻ ചിലപ്പോ എന്റെ ഉള്ളിലുണ്ടാവും. ചിലപ്പോൾ അത് അങ്ങനെ ഒന്നും ഇല്ലാതെ അങ്ങനെ പോവും. അപ്പൊ ഇവളുടെ ആണെങ്കിൽ എനിക്ക് പെട്ടെന്ന് കിട്ടാറുണ്ട്. അവൾക്കാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ കൈ എടുത്ത് അവളുടെ ഷോൾഡറിൽ വെച്ച് അവള് തട്ടി മാറ്റും എന്നുള്ളത് 100% ഉറപ്പാ. ഷോന്റെ ഇടയിൽ അതെനിക്ക് 100% ഉറപ്പാ. അവൾ അതേപോലെ തന്നെ തട്ടി മാറ്റും ചെയ്യും. എന്നിട്ട് വേണമെങ്കിൽ ഒരു ആട്ടും തരും എനിക്ക്. അപ്പൊ അതെനിക്കറിയാം. അപ്പൊ അതിനുള്ളത് ഞാൻ ചിലപ്പോ വെക്കണേലും മുമ്പ് ഞാൻ ആലോചിക്കും ഇപ്പൊ ആട്ടും, അപ്പൊ എന്ത് മറുപടി പറയാന്ന് വെച്ചിട്ടായിരിക്കും ഞാൻ വെക്കുന്നത്. അപ്പൊ അത് എനിക്ക് ആ ഒരു കണക്ഷൻ ഉണ്ട്. പുറത്ത് നല്ല റൂമേഴ്സും ഉണ്ട്. പറയട്ടെ, അതുകൊണ്ട് ഇപ്പൊ എന്താ ഭയങ്കര മറ്റേ ഇവിടത്തെ ടോണൊക്കെ മാറ്റി ആരോടാ കിട്ടിയില്ല. ചുമ്മാ നമുക്കറിയാലോ. എന്തറിയാതെ ഒന്നും അറിയില്ല. നമുക്ക് തീർക്കണ്ടേ? ഓക്കെ. ഇൻസ്റ്റയിൽ ഏറ്റവും കൂടുതൽ ടാഗ് അല്ലെങ്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന സെലിബ്രിറ്റി ഏതെങ്കിലും പോസ്റ്റുകൾക്ക്? ഇപ്പം ഡെയിൻ ഇടുന്ന ഒരു പോസ്റ്റ് ഏറ്റവും കൂടുതൽ ടാഗോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ഇട്ടിട്ടുണ്ട്, ടാഗോ മെൻഷനോ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും സെലിബ്രിറ്റി ഉണ്ടോ? എന്റെ പോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും? ഈ ജോഷ് ടോക്സ് ഒക്കെ കുറച്ച് പേര്, എനിക്ക് അജിച്ചേട്ടനൊക്കെ ആ സമയത്ത് അജിച്ചേട്ടനൊക്കെ അത് പോസ്റ്റ് ചെയ്തിട്ട് തന്നെ ഞങ്ങൾ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് പിന്നെ ഈ ഷോ കണ്ടിട്ടാണ്, കോമഡി സർക്കസിലെ ഷോ കണ്ടിട്ടാണ് ജയേട്ടൻ എന്നെ ഫസ്റ്റ്, എനിക്ക് ആദ്യം ഒരു വലിയൊരു സ്റ്റാർ എനിക്ക് മെസ്സേജ് അയക്കുന്നത് ജയേട്ടനാ, ജയസൂര്യ. അപ്പൊ ജയേട്ടനാണ് എനിക്കിങ്ങനെ പുണ്യാളന്റെ ഒരു ടൈമാ ഫ്രീ നടക്കുക. അപ്പൊ എനിക്ക് മെസ്സേജ് അയച്ചു, ഇങ്ങനെ സ്കിറ്റ് കണ്ടു, പരിപാടി കൊള്ളാം, എന്റെ നമ്പർ ഇതാ, ഫ്രീ ആകുമ്പോ വിളിക്കുന്നു. ഫ്രീയോ? ഞാനോ? ഇപ്പൊ തന്നെ? ഞാൻ ഇന്നും ഫ്രീ ആണ്, നാളെയും ഫ്രീ ആണ്, എപ്പോഴും ഫ്രീ ആണ്. ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു. എല്ലാവർക്കും ഉണ്ടാവില്ലേ കൊറേ ബാഡ് ഹാബിറ്റ്സ്, നല്ല ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ? ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫുഡ് ഞാൻ വല്ല വർക്കൗട്ടും ഡയറ്റൊക്കെ പിടിച്ചാണ് സമയത്തായിരിക്കും എനിക്ക് കൂടുതൽ ഫുഡ് കഴിക്കുന്നത്. അപ്പൊ ബാഡ് ഹാബിറ്റ് ആണ്. ഫുഡ് കഴിക്കണ ബാഡ് ഹാബിറ്റ് അല്ല, പക്ഷെ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ബാഡ് ഹാബിറ്റ് ആണ്. അപ്പം അങ്ങനെയല്ല, ഫുഡ് കഴിക്കാൻ ഇച്ചിരി ഇഷ്ടം കൂടുതലുള്ള ആളാ. അപ്പോൾ എല്ലാ തരം ഫുഡും കഴിക്കും. ടേസ്റ്റ് ഉള്ളതും ഇല്ലാത്തതൊന്നും തിരിച്ചറിയാനൊന്നും എനിക്കറിയില്ല, പറയാനും അറിയില്ല. പക്ഷെ എന്താണെങ്കിലും ഞാൻ കഴിക്കും. ചോറാണോ ചോറ്, ബിരിയാണിയാണോ ബിരിയാണി, എല്ലാം കഴിക്കുക. സെലിബ്രിറ്റി ക്രഷ് 3BHK കണ്ടോ? 3BHK ഞാനിത് ട്രെയിലർ കണ്ടു. പുള്ളിക്കാരത്തി മറ്റേ മൂവി തമിഴൊരു പാട്ടിലൊക്കെ മറ്റേ കേളിയായിരുന്നു പുള്ളിക്കാരത്തിന്. വെറുതെ ഒരു പേര് പറഞ്ഞത് എന്റെ ഒരു ഘോരം ഘോരം പ്രസംഗത്തിന്റെ ക്ഷീണം എനിക്കുണ്ട്. ഒരു ചോദ്യം ചോദിക്കാൻ പറ്റാത്തതിന്റെ ക്ഷീണം. അല്ല, ചോദ്യം ചോദിക്കാൻ ഞാൻ വിട്ടില്ലല്ലോ. എനിക്കൊരു ചോദ്യം 20 മിനിറ്റ് ഉത്തരം ഉണ്ടല്ലോ എന്റെ കയ്യില്. പക്ഷെ എന്താണേലും അടിപൊളിയായിരുന്നു. അപ്പൊ ഡെയിനും എത്തേണ്ടടുത്തൊക്കെ ഡ്രീംസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. അപ്പൊ താങ്ക് യു. Krishna Leela, Joy Alucas, world's favorite jeweler.